ഹായ്. കുന്നും മലയും കാടും ഒക്കെ കയറി ഇറങ്ങി 2 മാസം പോയതറിഞ്ഞില്ല. ശരിക്കും മൂത്താന ഇവിടെ സ്പെഷ്യൽ ക്ലാസ്സിനാക്കാനാണ് നാട്ടിൽ 2 മാസം നിന്നത്. അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവന് സ്കൂൾ തുറക്കാറായി. അങ്ങനെ തിരിച്ച് മുംബൈയിലോട്ടുള്ള പോക്കാണ്. ഇപ്പം കണ്ടതൊക്കെയാണ് ഞങ്ങളെ ലഗേജ്. രണ്ടുപേരേ ഉള്ളുവെങ്കിലും ഒരു ലോഡ് ലഗേജ് ഉണ്ട് നമ്മളതിൽ. ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഉണ്ട്. ഇറങ്ങി വീട്ടിലെല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് ഞങ്ങൾ വണ്ടിയെടുത്തു സ്റ്റേഷനിലോട്ട്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. നേത്രാവതിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. എന്നത്തെയും പോലെ 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നേത്രാവതി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അനിയൻ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ലഗേജൊക്കെ ആയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോയി. വണ്ടി കൃത്യസമയത്ത് എടുക്കും. 9:15 തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ലഗേജെല്ലാം അവിടെ എവിടെയും തള്ളിക്കയറ്റി ഫില്ലാക്കി. പിന്നെ പാവം ഉമ്മ 2 ദിവസത്തേക്കുള്ള ഫുഡ് നല്ല അടിപൊളിയായിട്ട് വാഴ ഇലയിൽ പാക്ക് ചെയ്ത് ഓരോ സമയത്തെയും എഴുതി തന്നിട്ടുണ്ട്. ഇന്ന് രാവിലത്തേത്, ഉച്ചയ്ക്കത്തുള്ളത്, രാത്രിത്തേക്കുള്ളത്, അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലത്തേക്കുള്ളത്, ഉച്ചയ്ക്കുള്ളത്, അങ്ങനെ അടിപൊളിയായിട്ട് എഴുതി. അല്ലെങ്കിൽ ഞാൻ മാറി മാറി എടുത്ത് തിന്നും. അത് കാരണം ഉമ്മ എല്ലാം കൃത്യമായിട്ട് എഴുതി തന്നു വിട്ടു. അങ്ങനെ നമ്മൾ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ച് ഒരു ഉറക്കം ഉറങ്ങി. പിന്നെ ഇപ്പോൾ ഉറങ്ങിയ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയാണ്ട് സീറ്റിങ് വലുതായിട്ട് ആരും കാണത്തില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. കണ്ണു തുറന്ന് നോക്കിയപ്പം വണ്ടി എറണാകുളത്തെത്തി. എറണാകുളത്ത് എത്തുമ്പം വലിയ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്റ്റേഷനിലെത്തിയതും അടിപൊളി പെരുമഴ അങ്ങ് തുടങ്ങി. മഴയൊക്കെ തുറന്ന് വണ്ടി എറണാകുളം വിട്ടു. എപ്പോഴും വണ്ടി എറണാകുളമൊക്കെ എത്തുമ്പോഴത്തേക്കും സീറ്റിങ് ഫില്ലായി തുടങ്ങുന്നതാണ്. ഇപ്രാവശ്യം അങ്ങനെ ആരും ഇതുവരെ കയറിയില്ല. പിന്നെ വേറൊന്നും നോക്കില്ല, ഉച്ചയ്ക്കുള്ള ചോറ് പൊതി അങ്ങ് എടുത്തു. ആഹാ, അടിപൊളി! നല്ല കിടിലം വിഴുക്ക്, ചമ്മന്തി, മാങ്ങ അച്ചാറ്, ഓംപ്ലേറ്റ്, പിന്നെ ഒരു ഒഴിച്ചു കൂട്ടാൻ. ആഹാ, അന്തസ്! അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞൊരു ഏമ്പക്കം വിട്ട് വീണ്ടും ഒന്ന് റെസ്റ്റ് എടുത്ത് എണീറ്റപ്പോഴത്തേക്കും വണ്ടി കോഴിക്കോടെത്തി. ശരിക്കും കോഴിക്കോടെത്തുമ്പം ഉറങ്ങിപ്പോകാതിരിക്കാൻ ഞാനൊരു അലാറം വെച്ചിട്ടുണ്ട്. കാരണം എനിക്കിവിടുന്ന് ഒരു സാധനം മേടിക്കണം. നമ്മുടെ സ്വന്തം കോഴിക്കോടൻ അലുവ. പല ഫ്ലേവറിൽ, പല കളറിൽ, കറുപ്പ്, മഞ്ഞ, ചുവപ്പ്, നീല എല്ലാം ഉണ്ട്. ഞാൻ ശർക്കര കൊണ്ടുണ്ടാക്കിയ ബ്ലാക്കിൻ്റെ ഒരു 4 കിലോ അലുവയെടുത്ത് ഒരു പൈനാപ്പിൾ ഫ്ലേവറും എടുത്ത് അങ്ങനെ ഇറങ്ങി. അങ്ങനെ വണ്ടി കോഴിക്കോട് നിന്ന് എടുത്ത്. ശരിക്കും റോഡിൽ ഇരുന്ന് കാണാനും ട്രെയിനിൽ ഇരുന്ന് കാണാനും കോഴിക്കോട് കാണാനും ഒരു പ്രത്യേക സൗന്ദര്യമാണ്. അങ്ങനെ പതിയെ പതിയെ ഇരുട്ട് വീഴാൻ തുടങ്ങി. അതുപോലെ തന്നെ വയറ് വിശക്കാനും. കണ്ണൂർ കഴിഞ്ഞതും നമ്മൾ പിന്നെ രാത്രിത്തെ ആ പൊതി അങ്ങെടുത്തു. നല്ല കിടിലം ബീഫ് കറിയും കിടിലം ദോശയും. അതും കഴിച്ചുകൊണ്ട് മോനെയും കിടത്തി ഞാനും കിടന്നു. പിന്നെ ട്രെയിനിലുള്ള ഉറക്കം, അത് പറയാതിരിക്കാൻ വയ്യ. വണ്ടി നല്ല താളത്തിന് കുലുങ്ങി കുലുങ്ങി പോക്കും, നല്ല ചില്ലിനുള്ള AC അടിച്ച കിടന്ന എപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ശരിക്കും വരുമ്പോൾ 2-3 സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്താണ് വരുന്നത്, ട്രെയിനിൽ ഇരുന്ന് കാണാൻ വേണ്ടി. എവിടെ നിന്ന് ഒന്നെങ്കിലും കാണാൻ പറ്റിയാൽ മതി. കാര്യം അത്രയ്ക്ക് സുഖമുള്ള ഉറക്കമാണ്. അങ്ങനെ നമ്മൾ കണ്ണു തുറന്ന് നോക്കിയപ്പം ഏതോ ഒരു സ്റ്റേഷനിലാണ്. നേത്രാവതിക്ക് ഇവിടെ സ്റ്റോപ്പില്ല, പക്ഷേ എതിരെ ഒരു വണ്ടി വരണോണ്ട് ഇവിടെ പിടിച്ചിട്ടതാണ്. എന്തായാലും അത് കാരണം മുംബൈയിൽ പോകുന്ന വഴിക്ക് ഏതോ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട ആൾക്കാരാണ്, ഒരു ഫാമിലി. അവർ കഷ്ടപ്പെട്ട് വലിഞ്ഞ് വണ്ടിയിൽ കയറി. അങ്ങനെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പം എതിരെ പോകേണ്ട വണ്ടി വന്നു. ഏതോ ഒരു പാസഞ്ചറാണ്. ഒരു പാസഞ്ചർ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലോങ് ഓടുന്നൊരു നേത്രാവതി പിടിച്ചിട്ടത്. അല്ലെങ്കിലും ഈ നേത്രാവതി ഏതെങ്കിലും വണ്ടി എതിരെ വരണമെന്നറിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറോളം പിടിച്ചാൽ കിട്ടുള്ളൂ. അങ്ങനെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസത്തെ പൊതി അങ്ങെടുത്ത്. നാളെ രാവിലത്തെ പൊതി ഉമ്മ എഴുതി വച്ചിട്ടുണ്ട്. പാവം. ഇഡ്ഡലിയും അടിപൊളി തേങ്ങാ ചമ്മന്തിയും ഞങ്ങളും കഴിച്ച് ഞങ്ങൾ അടുത്തിരുന്നവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടും ഇഡ്ഡലി തീരുന്നില്ല. വാപ്പയാണ് പൊതിഞ്ഞു വെച്ചത്. എത്ര വച്ചാലും വാപ്പാക്ക് മതിയാവില്ല. അങ്ങനെ അതും കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങിയപ്പോഴത്തേക്കും വണ്ടി രത്നഗിരിയിലെത്തി. ഇനി രത്നഗിരിയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം നമ്മളൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് പോയാൽ വഴിയോരത്ത് ഉണ്ടാകുന്ന കച്ചവടക്കാർ കാണില്ലേ, അതുപോലെയാണ് രത്നഗിരി സ്റ്റേഷൻ. ഫുൾ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അതുകൂടാതെ രത്നഗിരി സ്പെഷ്യൽ വടപ്പാവ്, അത് കഴിക്കാൻ വേണ്ടി മാത്രം രത്നഗിരിയിൽ ഇറങ്ങുന്നവരുണ്ട്. പിന്നെ രത്നഗിരിയിലെ പ്രസിദ്ധമായ അൽഫോൺസ മാംഗോ. ശരിക്കും സ്റ്റേഷനിൽ നിന്ന് മേടിക്കുന്നത് ഭയങ്കര വിലയാണ്. ഒരു ബോക്സിന് 400-500 ഒക്കെ അവർ ചോദിക്കുന്നത്. എന്നാൽ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് നല്ല വില കുറച്ച് മേടിക്കാനും പറ്റും. അങ്ങനെ അവിടുന്ന് വണ്ടി വിട്ട വണ്ടിക്കകത്ത് ഫുള്ള് ചെറുകിട കച്ചവടക്കാരാണ്.
ചെറിയ സ്റ്റഡ്, കമ്മലുകൾ, ലേഡീസ് ഐറ്റംസ്, പിള്ളേർക്ക് കളിക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ഈ കാണുന്നതൊക്കെ പെൻസിലും പേനയൊക്കെയാണ്. പലതരം ഐറ്റംസ്, കളറുള്ളത്, ലൈറ്റ് കത്തുന്നത്, സൗണ്ട് കേൾക്കുന്നത്, പലതരം ടോയ്സിൻ്റെ ആകൃതിയിലുള്ളത്, അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. എന്നാൽ വലിയ വിലയുമില്ല, വളരെ വിലക്കുറവുമാണ് സാധനങ്ങൾ. ഇനി രത്നഗിരി കൊങ്കൺ റൂട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്കാലവും കൊതിപ്പിക്കുന്നൊരു യാത്രയാണ് കൊങ്കൺ യാത്ര. മനുഷ്യൻ്റെ കലവിരുതുകൾക്ക് മുന്നിൽ മലനിരകളെല്ലാം വഴിമാറിപ്പോയൊരു കാഴ്ച. വലിയ റോഡുകളും ഇരുളും വെളിച്ചവും ഇണചേരുന്ന തുരങ്കങ്ങളിലൂടെയുള്ള പച്ചയായ യാത്ര. പ്രകൃതിയുടെ വന്യതയും സൗമ്യഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന യാത്രയിൽ പോരാത്തതിന് പച്ചപ്പ് വിരിച്ച ഭംഗിയുള്ള രണ്ട് സൈഡുമുള്ള കാഴ്ചകളും അതിൻ്റെ ഇടയിലൂടെ ഉണ്ടാകുന്ന കെട്ടിടങ്ങളും പ്രകൃതി സ്നേഹികൾക്ക് എപ്പോഴും ഒന്ന് ഇറങ്ങി കാണേണ്ടൊരു സ്ഥലമാണ് രത്നഗിരി. അങ്ങനെ രത്നഗിരിയൊക്കെ വിട്ട് ഏകദേശം പനവേൽ എത്താറായി വണ്ടി. അപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. എതിരെ ഒരു വണ്ടി വരുന്നത് കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മളെ നേത്രാവതി. അപ്പം ഒരു ഫാമിലി, ഒരു സ്ത്രീയും ഒരു പുരുഷനും പിന്നെ അവരുടെ മോനാണെന്ന് തോന്നുന്നു. അവർ മൂന്നുപേരും കൂടെ ബക്കറ്റ് നിറച്ച വെള്ളവും തലേ ചുമന്ന് എതിരെ വരുന്ന വണ്ടിയുടെ സൈഡിലെ ട്രാക്കിലൂടെ നടന്ന് ഞങ്ങളുടെ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൻ്റെ അടിയിൽ കൂടെ ആ വെള്ളം ചുമന്ന് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ച. പാവം, എന്താ അല്ലേ, വെള്ളത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാർ ഈ മഹാരാഷ്ട്രയിൽ ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ താനെയിലുള്ള പാർസിക് കുന്നിൽ സ്ഥിതി ചെയ്യുന്ന പാർസിക് തുരങ്കത്തിലേക്കെത്തി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും നീളം കൂടിയതുമായ 2 ലൈനുകളുള്ള അതിവേഗ പാതയാണ് പാർസിക് തുരങ്കം. അങ്ങനെ തുരങ്കം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ താനെയിലാണ് എത്തുന്നത്. താനെ കഴിഞ്ഞ വണ്ടി ലോകമാന്യ തിലകിലാണ് ലാസ്റ്റ് പോകുന്നത്. ശരിക്കും ഞങ്ങൾ താനെയിൽ ഇറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ച് പോകാനുള്ള പരിപാടിയാണ് കല്യാണിലോട്ട്. അങ്ങനെ സ്റ്റേഷനിലെത്തി. സഫ്നായും ഫൈസാനും നേരത്തെ തന്നെ വന്നവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതാ വാപ്പച്ചിയെ കണ്ട് കണ്ണുപൊത്തി നിൽക്കുന്ന ഫൈസാനും സഫ്നയും. അങ്ങനെ അവൻ എന്നോട് 2 മാസത്തെ കഥകൾ പറഞ്ഞു തുടങ്ങി. അതുപോലെ ഫർസിയും നാട്ടിലെ 2 മാസത്തെ കഥ ഉമ്മച്ചീൻ്റെ അടുത്തും പറയാൻ തുടങ്ങി. അങ്ങനെ കഥ പറച്ചിലൊക്കെ തീർന്ന് പുറത്തിറങ്ങാൻ നേരത്ത് പെരും മഴ തുടങ്ങി. മഴയെല്ലാം തോർന്ന് ലഗേജ് എടുക്കാൻ ഒരാളെയും വിളിച്ച് നമ്മൾ വല്ലച്ചാതി റോഡിലെത്തി ഒരു ടാക്സി ബുക്ക് ചെയ്യാൻ നിന്നു. ഇവിടെ താനെയിൽ ഈസ്റ്റിലും വെസ്റ്റിലും ഉള്ളൊരു പ്രത്യേകതയാണ്, ഒലേ ബുക്ക് ചെയ്ത വണ്ടി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തിരക്ക്. അങ്ങനെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ടാക്സി ബുക്കായി. ലഗേജ് എല്ലാം കയറ്റി ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് തിരിച്ചു. ഇനി അടുത്ത് മുംബൈയിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ഓക്കേ.